ഏതോ കിറ്റെക്സ് സാബുവും റിപ്പോർട്ടർ ചാനലും തമ്മിൽ പൊരിഞ്ഞടി നടക്കുകയാണ്. ഇതിന് കിറ്റെക്സ് സാബു ഇപ്പൊ രംഗത്തെത്തിയിരിക്കുന്നത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അങ്ങനെ അത് പറഞ്ഞതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ചാനലിനെതിരെയുള്ള കുറച്ച് ശത്രുക്കളുണ്ട്. ഇവരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് റിപ്പോർട്ടർ ചാനലിനെ തീർക്കാം അല്ലെങ്കിൽ പൂട്ടാം എന്നുള്ളൊരു നിലയിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുകയാണ്. അങ്ങനെ ചാനൽ പൂട്ടാനുള്ള സാധ്യത വല്ലതും ഉണ്ടോ? രേഷ്മെ, റിപ്പോർട്ടർ ചാനലിനെതിരായ ശത്രുക്കളൊക്കെ ഒന്നൊന്നായി രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിന് സമീപകാലത്തായി നിരന്തരമായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. മറ്റൊരു ചാനലിനും ഇതുപോലുള്ള ഒരു വിമർശനങ്ങളോ വെല്ലുവിളിയോ സമൂഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. റിപ്പോർട്ടർ ചാനൽ ഈ സമീപകാലത്ത് ഏറ്റവും അധികം ചീത്തവിളി വാങ്ങിക്കൂട്ടിയ പല വിഷയങ്ങളിൽ ഒന്ന് കോൺഗ്രസിനെതിരായ കടന്നാക്രമണമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വേറെ. അതിനു മുമ്പ് തന്നെ കോൺഗ്രസിനെതിരെ CPM അച്ചാരം വാങ്ങി CPM വേണ്ടി കോൺഗ്രസിനെ പൊതുസമൂഹത്തിന് മുന്നിൽ മോശമായി ചിത്രീകരിക്കുന്ന വിധത്തിൽ റോഷിപാൽ എന്ന റിപ്പോർട്ടറുടെ നേതൃത്വത്തിൽ നിരന്തരമായി വ്യാജ വാർത്തകൾ റിപ്പോർട്ടർ പടച്ചുവിടുന്നു എന്ന് ഏറെക്കാലമായി ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് റിപ്പോർട്ടർ റോഷിപാലിനെ കോൺഗ്രസ്സുകാർ കൈകാര്യം ചെയ്തത്, അതായത് കായികമായി ആക്രമിച്ചത്. അത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. അതിനുശേഷം റിപ്പോർട്ടറും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ അടിയെന്ന നിലയിലേക്കെത്തി. കോൺഗ്രസ് നേതാക്കൾ റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിച്ചു. ചർച്ചയ്ക്ക് പോകാത്ത സാഹചര്യം ഏറെക്കാലം ഉണ്ടായിരുന്നു. റിപ്പോർട്ടർ ചാനൽ മറ്റ് പല പാർട്ടിക്കാരെയും കൊണ്ടുവന്ന് ചർച്ചകൾ മുന്നോട്ട് പോയെങ്കിലും കോൺഗ്രസിൻ്റെ ആളില്ലാത്തതിൻ്റെ വലിയ റേറ്റിംഗ് കുറവ് റിപ്പോർട്ടറിൽ പ്രകടമായിരുന്നു. ചർച്ചകൾ പലതും പൊളിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിപ്പോർട്ടർ അതുപോലെ ശക്തമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ CPM വേണ്ടി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഓഡിയോ ക്ലിപ്പുകൾ, കഷണങ്ങൾ, ചർച്ചകൾ, കമ്പിക്കഥകളൊക്കെ എടുത്തിട്ട് പുറത്തിട്ടത് റിപ്പോർട്ടർ ചാനലാണ്. ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ആദ്യ പരാതിക്കാരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്ന രീതിയിൽ ഒരു സംശയം ഉന്നയിക്കുകയും ബലാത്സംഗമാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് നിരീക്ഷിക്കുകയും ചെയ്തു എന്ന് മാതൃഭൂമി ന്യൂസിൻ്റെ കോടതി റിപ്പോർട്ടറായിട്ടുള്ള ബിനിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വിഷയത്തെ അന്ന് അരുൺകുമാർ അവതരിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സെക്ഷൽ പ്രഡേറ്ററാണ്, ആ യുവതിയെ നിരന്തരമായി ബലാത്സംഗം ചെയ്തു, ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെയായിരുന്നു ആ പെൺകുട്ടിയുടെ ശബ്ദമെന്നൊക്കെ പറഞ്ഞ് അതിവൈകാരികമായിട്ട് അതിനാടകീയമായിട്ട് ഒരു സെൻസുമില്ലാതെ ഇമോഷണൽ മാത്രമിട്ട് കലക്കിയിട്ടാണ് പലപ്പോഴും ഈ അരുൺകുമാറിനെ പോലുള്ളവരൊക്കെ വാർത്ത അവതരിപ്പിക്കുന്നത്. വാർത്ത എന്ന് പോലും തോന്നുന്നില്ല, കഥാപ്രസംഗം പോലെയൊക്കെയാണ് എന്തൊക്കെയോ പറയുന്നത്. അതും 24-ലെ ശ്രീകണ്ഠൻ നായരെയൊക്കെ അനുകരിച്ചുകൊണ്ട് അതേ സ്റ്റൈലൊക്കെ പകർത്തി അരുൺകുമാറൊക്കെ നടത്തുന്ന പല കാര്യങ്ങളോടും വലിയ എതിർപ്പ് മാധ്യമ മേഖലയിലുള്ളവർക്ക് തന്നെയുണ്ട്. പിന്നെ അവരൊക്കെ ഒരുപാട് ഉയരങ്ങളിലുള്ളവരാണ്, വലിയ ശമ്പളം വാങ്ങുന്ന ആളുകളാണ്, അവർക്ക് എന്തും പറയാവുന്ന ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് അവരെയൊന്നും പറയാനോ വിമർശിക്കാനോ പറ്റില്ല എന്ന് കരുതി ഇതൊക്കെ സഹിക്കുന്ന മാധ്യമപ്രവർത്തകർ കുറേയുണ്ട്. അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ റിപ്പോർട്ടർ ചാനലിനെതിരെയുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഒരു കാര്യവുമില്ലാതെ രാഹുൽ പല്ല് തേച്ചോ കുളിച്ചോ ഉറങ്ങിയോ ഓടിയോ ചാടിയോ ഇതൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന് ജനങ്ങളുടെ ചീത്തവിളി വാങ്ങിച്ചു കൂട്ടിയതാണ് റിപ്പോർട്ടർ. അതുപോലെ റിപ്പോർട്ടറിനെതിരെ നിരന്തരമായിട്ട് പലതരത്തിലുള്ള അവരുടെ വാർത്താ ശൈലിയെക്കുറിച്ച് നിരവധി പരാതികളുണ്ട്. അത്തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഒരു വശത്ത് ഉയരുമ്പോഴും മറുവശത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല റിപ്പോർട്ടിങ്ങുകൾ, നല്ല രീതിയിലുള്ള മാധ്യമ പ്രവർത്തനങ്ങളും റിപ്പോർട്ടർ നടത്തുന്നുണ്ട്. പല കൊള്ളക്കാരെയും തുറന്നു കാണിച്ചിട്ടുണ്ട്, പല കള്ളന്മാർക്കെതിരെയും നിരന്തരമായി സംസാരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പല ശത്രുക്കളും റിപ്പോർട്ടർ ചാനലിന് വേറെയുമുണ്ട്. അപ്പോൾ ഒരിക്കലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു മാധ്യമ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. പക്ഷേ സമാനതകളില്ലാത്ത വിധത്തിലുള്ള തെറിവിളി വാങ്ങിക്കൂട്ടാതിരിക്കാൻ, നടപടികൾ നേരിടാതിരിക്കാൻ റിപ്പോർട്ടർ ചാനലിൽ വേണമെങ്കിൽ ശ്രമിക്കാമായിരുന്നു. അത് റിപ്പോർട്ടർ ചെയ്തിട്ടില്ല. ആർക്കെതിരെയും പക തീർക്കാൻ എന്തും കൊടുക്കുന്ന മാധ്യമം എന്ന നിലയിലൊക്കെ വലിയ ചീത്തപ്പേര് റിപ്പോർട്ടറിനെതിരായിട്ടുണ്ട്. ഇപ്പോൾ നോക്കുക, റിപ്പോർട്ടറിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഇന്ന് മറുനാടൻ മലയാളിയിലെ സാജൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ട്രീ കട്ടർ സാമ്രാജ്യത്തിന് പൂട്ടുവീഴുന്നു എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. അത് ഏതാണ്ട് 12 മണിക്കൂറായപ്പോഴത്തേനും ഏതാണ്ട് 2.5 ലക്ഷത്തോളം പേര് കണ്ടു. മറുനാടൻ അവരുടെ വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടി ബൂസ്റ്റ് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. പക്ഷേ മുഴുവനായിട്ടൊരു വീഡിയോ യൂട്യൂബിൽ ആർക്കും ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓർഗാനിക്കായിട്ടുള്ള റീച്ച് ഉണ്ട് അതിന് വരുന്ന കമൻറ്റുകളൊക്കെ റിപ്പോർട്ടറിനെതിരാണ്. അപ്പോൾ അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു മാധ്യമ എത്തിക്സ് ഇല്ലാതെ വ്യൂവർഷിപ്പിന് വേണ്ടി എന്തും ചെയ്യാനും എന്തും പറയാനും ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് ഈ റിപ്പോർട്ടർ എന്നാണ് പറയുന്നത്.
അപ്പോൾ റിപ്പോർട്ടർ ഇതിനു മുമ്പ് പലതരത്തിലുള്ള അലിഗേഷൻ നേരിട്ടിട്ടുണ്ട്, ഒരുപാട് പേരുമായി ശത്രുതയുണ്ട്. ഇപ്പോൾ മുട്ടിൽ മരമുറി, മാംഗോ, ഹോളിഡേ ഇന്നിൻ്റെ കച്ചവടം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റികളിൽ റിപ്പോർട്ടറിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, അഗസ്റ്റിൻ ബ്രദേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പരാതികൾ, കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കിറ്റെക്സ് സാബു 250 കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ട് റിപ്പോർട്ടറിനെ പൂട്ടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ റിപ്പോർട്ടറിന് ലൈസൻസ് ഇല്ല, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള അനുമതിയില്ല, ഈ ആൻഡോ അഗസ്റ്റിൻ അതിൻ്റെ ഉടമയല്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖറാണ്, അതിനു മുമ്പ് ശോഭാ സുരേന്ദ്രനാണ് പറഞ്ഞത്. അങ്ങനെ റിപ്പോർട്ടർ ചാനലിനെതിരെ വരുന്നവരൊക്കെ ആദ്യം ഉന്നയിക്കുന്ന ആരോപണമെന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിന് ലൈസൻസ് ഇല്ല, ലൈസൻസ് ആൻഡോയുടെ പേരിലല്ല, എം വി നികേഷ് കുമാറിൻ്റെ പേരിലാണ്, ആൻഡോ സാങ്കേതിക മുതലാളി മാത്രമാണ്, ഒറിജിനൽ മുതലാളിയല്ല, തട്ടിപ്പുകാർ ചാനലിൻ്റെ തലപ്പത്ത് വന്നാൽ കേന്ദ്ര സർക്കാരിന് ഈ ചാനൽ പൂട്ടാൻ കഴിയും, അങ്ങനെ പൂട്ടിക്കും ഈ ചാനൽ എന്നൊക്കെയാണ് ഇത്രയും നാളായിട്ട് പലരും പറയുന്നത്. പക്ഷേ ഈ പറച്ചിലിനപ്പുറം ഈ ചാനൽ പൂട്ടിക്കാനൊരു നടപടി ഉണ്ടാകുന്നില്ല. അവിടെയാണ് എനിക്കൊരു ആശയക്കുഴപ്പമുള്ളത്. കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും വലിയ ഒരു ടെക്നോക്രാറ്റാണ്, അദ്ദേഹത്തിന് സ്വന്തമായി ചാനലുണ്ട്. അപ്പോൾ ഇത്രയും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ചാനലാണെങ്കിൽ ഇത് പൂട്ടിക്കെട്ടാൻ എത്രയും മുന്നേ കഴിയില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് ഇവർ മരമുറി കേസിൽ ഞങ്ങൾ പ്രതികളല്ല എന്ന നിലയിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾ കൊടുത്ത ഹർജിയിൽ കോടതി ഇവർക്കെതിരെ നിലപാട് സ്വീകരിച്ചു എന്ന വാർത്തയും വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സമ്പാദ്യം നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക്, അവർ ജയിലിലേക്ക് പോകുന്ന വിധത്തിൽ ഒരു ആക്ടിവിറ്റിയും കൂടെ ഇതിന് പാരലായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഈ ചാനൽ പൂട്ടിയില്ല? ഈ പറയുന്ന ആരോപണങ്ങൾ വെച്ചിട്ട് കേട്ടോ, റിപ്പോർട്ടർ ചാനൽ പൂട്ടണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, അത് സാങ്കേതികമായാണ് പറയുന്നത്. അതായത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ എല്ലാവരും, അതും പ്രബലരാണ് ഉന്നയിക്കുന്നത്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഇത്രയധികം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചും ശോഭാ സുരേന്ദ്രനെ പോലെ BJPയുടെ ഏറ്റവും കർമ്മനിരതയായിട്ടുള്ളൊരു നേതാവ്, ദേശീയ നേതാവ് കൂടിയായിരുന്ന ഒരാൾ റിപ്പോർട്ടറിനെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഒരു ദിവസം വാർത്താ സമ്മേളനം നടത്തി ഉന്നയിച്ചത്. എന്നിട്ടും ഈ റിപ്പോർട്ടർ എന്തുകൊണ്ട് നടപടികൾ നേരിടുന്നില്ല? വാക്കുകൾക്കും വെല്ലുവിളികൾക്കും കോടതി നോട്ടീസുകൾക്കും അപ്പുറം എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിനെതിരെ നടപടി ഉണ്ടാകാത്തതെന്ന് വെച്ചാൽ, ഇവർ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ഈ ചാനൽ പൂട്ടാൻ കേന്ദ്രത്തിന് കഴിയും, പക്ഷെ അത് ഉണ്ടാകുന്നില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എന്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഒന്നുകിൽ റിപ്പോർട്ടർ ചാനൽ ഈ പറയുന്ന റിപ്പോർട്ടറിനെതിരെ തിരിയുന്നവരോട് സമരസപ്പെടുന്നതിന് വേണ്ടി ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരു സെറ്റിൽമെൻറ്റ് ടേംസ് ഉണ്ടാക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നതിനപ്പുറം റിപ്പോർട്ടർ ചാനലിനെയോ അതിൻ്റെ ഉടമകളെയോ കുരുക്കാനുള്ള തെളിവുകൾ ആരുടെയും പക്കലില്ല. വെറുതെ പറയാം, നമുക്കൊരാൾക്കെതിരെ പറയാം അവൻ്റെ കയ്യിൽ കള്ളപ്പണമുണ്ട്, അവൻ കള്ളനാണ്, അവൻ ക്രിമിനലാണ് എന്നൊക്കെ പറയാം, അവനെതിരെ കേസുകളുണ്ടെന്നൊക്കെ പറയാം. പക്ഷേ അത് തെളിയിക്കാനുള്ള തെളിവുകളില്ലാത്തിടത്തോളം കാലം അത് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ അഗസ്റ്റിൻ സഹോദരങ്ങളെ സംബന്ധിച്ച് അവർ ജയിലിൽ കിടന്നിട്ടുള്ള ആളുകളാണ്. ഇനി ആ കേസിൽ അന്തിമ വിധി വന്നാൽ അവരെ ശിക്ഷിക്കാൻ കഴിയൂ. അപ്പോൾ അന്തിമ വിധി വരണമെങ്കിൽ, അല്ലെങ്കിൽ ആ കേസിൽ കൃത്യമായി ഇവരെ പൂട്ടുന്ന കുറ്റപത്രം കൊടുക്കണമെങ്കിൽ തെളിവുകൾ വേണം. ആ തെളിവുകൾ ചിലപ്പോൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ CPM-ന് വേണ്ടി ചർച്ചകളും വാർത്തകളും ഒക്കെ നൽകുന്നവരാണ്. അപ്പോൾ അവർ ഒരുപക്ഷെ സർക്കാരുമായി സെറ്റിൽ ചെയ്തതായിരിക്കാം, അവർ ഉപദ്രവിക്കാത്ത രീതിയിൽ സർക്കാർ കൈകാര്യം ചെയ്യുന്നതായിരിക്കാം, എന്തോ ആവാം. പക്ഷേ പൊതുജനത്തിൻ്റെ സംശയം, അല്ലെങ്കിൽ നമ്മളെപ്പോലെയൊക്കെയുള്ളവരുടെ സംശയം എന്ന് പറഞ്ഞാൽ, ഈ റിപ്പോർട്ടറിനെതിരെ ഒന്നിക്കുന്ന ശക്തികളെന്ന് പറയുന്നവർ ചെറിയ ആളുകളല്ല. പറഞ്ഞില്ലേ, രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ, ഈ പറയുന്ന കിറ്റെക്സ് സാബു, വേറെ ഇഷ്ടംപോലെയുണ്ട്. ഇപ്പോൾ സ്റ്റേഡിയം നിർമ്മാണം, മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പരിപാടി, ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിയ ആളുകളെ പറ്റിച്ച് ഒരുപാട് കഥകൾ ഇവർക്കെതിരെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ ക്രിമിനൽ സംഘമാണ് ഇവരെന്ന് ഇത്രയധികം ആരോപണങ്ങൾ തുടർച്ചയായി ഇത്ര വലിയ ആളുകളൊക്കെ പറഞ്ഞിട്ടും സർക്കാരിനെ പോലും പറ്റിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വന്നിട്ടും, സ്റ്റേഡിയം നവീകരണത്തിലുൾപ്പെടെ വാർത്തകൾ വന്നിട്ടും, ഇപ്പോൾ 24 എന്ന് പറയുന്ന ചാനൽ ഓപ്പോസിറ്റ് നിൽക്കുകയാണ് റിപ്പോർട്ടറിൻ്റെ. മാതൃഭൂമി റിപ്പോർട്ടറിനെതിരാണ്, ശ്രേയാംസ് കുമാറിനെതിരെ റിപ്പോർട്ടർ പണ്ടൊരു വാർത്ത ചെയ്തിട്ട് അവർ തമ്മിൽ ഉടക്കാണ്. അതുപോലെ മീഡിയ വൺ കൃത്യമായി റിപ്പോർട്ടറിനെതിരെ നിലപാടെടുക്കുന്നവരാണ്. അപ്പോൾ ഒരു 3-4 ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടറുമായിട്ട് ഭയങ്കര കലിപ്പാണ്. അപ്പോൾ ഒരു 3-4 പ്രബല ചാനലുകളും ഈ പറയുന്ന പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും, അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായ, രാജ്യം ഭരിക്കുന്ന മുന്നണിയുടെ ഭാഗമായിട്ടുള്ള നേതാക്കളും ഒക്കെ സകലരും റിപ്പോർട്ടറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, വാർത്തകൾ ചെയ്യുന്നു, വെല്ലുവിളികൾ നടത്തുന്നു, കേസ് കൊടുക്കുന്നു, ഇത് നിയമവിരുദ്ധമായാണ് ഈ ചാനൽ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. എന്നിട്ടും ഈ ചാനലിനെ തൊടാൻ ഇവർക്ക് കഴിയുന്നില്ല.
അല്ലെങ്കിൽ ആൻഡോ അഗസ്റ്റിനെ അതിൻ്റെ ഉടമസ്ഥ സ്ഥാനത്തിലല്ല ആൻഡോ എന്ന് പറയാൻ കഴിയുന്നില്ല. അയാൾ തന്നെയാണ് ഇപ്പോൾ, അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും ആ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നത്. എന്താണ് ഇതിന് കാരണം? ഇതൊരു വലിയ ചോദ്യമാണ്, എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. കാരണം ഇത് രാജ്യസുരക്ഷയൊക്കെ ബാധിക്കുന്നൊരു വിഷയമല്ലോ. ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ചാനലിന് അനുമതി കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഉടമകളെക്കുറിച്ചൊക്കെ വിശദമായി പഠിച്ചിട്ട് അതിന് അനുമതി കൊടുക്കും. ഇപ്പോൾ ആ ചാനലിന് ആദ്യം ഇതിനു മുമ്പ് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇങ്ങനെ ഒരു പ്രശ്നം നേരിട്ടപ്പോൾ നമ്മൾ കണ്ടത് സാഹചര്യം വന്നതാണ്. സുപ്രീം കോടതിയിൽ പോയതിനു ശേഷമാണ് മീഡിയ വണ്ണിന് പിന്നീട് പ്രവർത്തനാനുമതി കിട്ടിയത്. ഇവിടെ ഈ റിപ്പോർട്ടർ ചാനലിന് നേരത്തെ ലൈസൻസ് ഉണ്ട്, എം വി നികേഷ് കുമാർ അതിൻ്റെ ഉടമയായിരിക്കുമുള്ള ലൈസൻസാണ്. അപ്പോൾ ഈ ഉടമസ്ഥാവകാശം മാറി എന്ന് പറയുന്നു. ആൻഡോ അഗസ്റ്റിനാണ് ഇപ്പോൾ നടത്തിപ്പുകാരൻ എന്ന് പറയുന്നു. പക്ഷേ ഒരു സാറ്റലൈറ്റ് ചാനൽ ഇത്രയും ക്രിമിനൽ കേസുള്ള ഒരാൾക്ക് ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ചാനലിൻ്റെ ലൈസൻസ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ആൻഡോ അഗസ്റ്റിൻ ഇപ്പോഴും അതിൻ്റെ മുതലാളിയായിട്ടിരിക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതായത് ഒരു വശത്ത് ആൻഡോയ്ക്കെതിരെ കുറേ ആളുകൾ, അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പ്രബലരായിട്ടുള്ള കുറേ ആളുകൾ രംഗത്ത് വരുന്നു. റിപ്പോർട്ടർ ചാനൽ അവർക്കെതിരെ ശക്തമായി രംഗത്ത് വരുന്നു. ഇവർ തമ്മിൽ പൊതു ഇടത്തിൽ കടന്നാക്രമണങ്ങൾ നടത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ശരിയാക്കി തരാം റിപ്പോർട്ടറിനെ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വാർത്താ സമ്മേളനം വിളിക്കുന്നു, കുറച്ച് പേര് വീഡിയോ ചെയ്യുന്നു, ജനങ്ങൾ ആഘോഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പഴയപടി കാര്യങ്ങൾ. റിപ്പോർട്ടറിന് തൊടാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇത് എത്രാമത്തെ തവണയാണ് റിപ്പോർട്ടറിനെതിരെ ഗുരുതരമായ ആരോപണം വരുന്നത്? മെസ്സി വിഷയത്തിൽ വന്നു, സ്റ്റേഡിയം വിഷയത്തിൽ, കലൂർ സ്റ്റേഡിയം നവീകരണ വിഷയത്തിൽ വന്നു, ഇപ്പോൾ സാബു എം ജേക്കബിൻ്റെ വിഷയത്തിൽ വന്നു, അതിനു മുമ്പ് രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള പ്രശ്നം, അതിനു മുമ്പ് ശോഭാ സുരേന്ദ്രനുമായിട്ടുള്ള പ്രശ്നം, കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള വലിയ പ്രശ്നം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടും അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ എന്ന് പറയേണ്ടി വരും. റിപ്പോർട്ടർ ചാനൽ ഒരു കുഴപ്പവുമില്ലാതെ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഇന്ന് മറുനാടനിൽ ഞാൻ കണ്ട ടൈറ്റിൽ റിപ്പോർട്ടർ ഇപ്പോൾ വീഴും, സാമ്രാജ്യം അവസാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മറുനാടൻ തന്നെ ഏതാണ്ട് 30ാമത്തെ തവണയാണ് അങ്ങനത്തെ വീഡിയോ കൊടുക്കുന്നത്. ഓരോ ഇഷ്യൂ വരുമ്പോഴും ശ്രീ സാജൻ ഇതുപോലെ ഓരോ വീഡിയോ ചെയ്യും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും റിപ്പോർട്ടർ ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. ഇത് നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ അർത്ഥം ഞാൻ റിപ്പോർട്ടറിനെ പിന്തുണയ്ക്കുന്നതെന്നോ റിപ്പോർട്ടർ ഗംഭീര ചാനലാണ് എല്ലാവരും അത് മാത്രം അങ്ങനെയൊന്നുമല്ല. നമ്മൾ യാഥാർത്ഥ്യം പറയണം. റിപ്പോർട്ടർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട്, അതും പറയണം. റിപ്പോർട്ടർ തെറ്റ് ചെയ്താൽ അതും ചൂണ്ടിക്കാണിക്കണം. അല്ലാതെ ഒരാളെ ശത്രുവായി പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ ശത്രുവായി പ്രഖ്യാപിച്ച് അതിനെ പുറകെ ഓടുക, എന്ത് ചെയ്താലും കുറ്റം കാണുക എന്നുള്ളത് ശരിയായ നടപടിയല്ല. നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണല്ലോ, സത്യം പറയുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതിലിപ്പോൾ സാബു എം ജേക്കബ് അത്ര വലിയ പുണ്യാളനാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം സാബു എം ജേക്കബ് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആ പാർട്ടിയുടെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചതാണ്, പാർട്ടിയിലെ അംഗങ്ങളെ വഞ്ചിച്ചതാണ്, പാർട്ടിയുടെ നേതാക്കളെ വഞ്ചിച്ചതാണ്. LDFിലേക്കോ UDFിലേക്കോ BJPയിലേക്കോ NDAയിലേക്കോ ഒന്നും പോകില്ല എന്ന് അദ്ദേഹം പ്രസംഗിച്ച വീഡിയോകൾ ഇഷ്ടംപോലെ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം NDAയിലേക്ക് പോയി. എന്തുകൊണ്ട് NDAയിലേക്ക് പോയി എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അറിയാതെ വായും പൊളിച്ചിരിക്കുമ്പോഴാണ് റിപ്പോർട്ടർ ആ വാർത്ത പുറത്തുവിട്ടത്. ED അന്വേഷണമാണ് കാരണം. അതോടുകൂടി സാബുവിൻ്റെ ക്രെഡിബിലിറ്റി മൊത്തം പോയി. അത് കഴിഞ്ഞ് സാബു മറുനാടനിലൂടെ ഇവരെ വെല്ലുവിളിച്ചു, റിപ്പോർട്ടറിനെ വെല്ലുവിളിച്ചു. എനിക്ക് എന്തെങ്കിലും കേസുകളെന്ന് തെളിയിച്ചാൽ, എനിക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ചാൽ ഞാൻ എൻ്റെ പണി നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ റിപ്പോർട്ടർ വാർത്തയടിച്ചു, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയിൽ ക്രമക്കേട് നടത്തിയതിൻ്റെ പേരിൽ ഇദ്ദേഹം പിഴ അടച്ചിട്ടുണ്ട്, നിക്ഷേപകരെ പറ്റിച്ചതിന് കേസുണ്ടെന്നും പറഞ്ഞ് റിപ്പോർട്ടർ ഒരു വാർത്തയടിച്ചു. ഇനിയും കുറേ നിയമലംഘനങ്ങൾ സാബു നടത്തിയിട്ടുണ്ട്, അത് പുറത്തു വിടുമെന്ന് റിപ്പോർട്ടർ പറയുന്നു. അപ്പോൾ റിപ്പോർട്ടർ പറയുമ്പോൾ അതിനനുസരിച്ച് സാബു തിരിച്ചടിക്കുന്നു. സാബു പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ല, സാബുവും ചില കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടർ പറയുന്നത്. അതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, സകല മാധ്യമ മുതലാളിമാരും സാബുവിനെ അനുകൂലിച്ച് സാബുവിൻ്റെ പരസ്യവും വാങ്ങിച്ച് പോകുന്നവരാ. പക്ഷേ റിപ്പോർട്ടർ അങ്ങനെയല്ല. റിപ്പോർട്ടർ സാബുവിനെതിരെ ശക്തമായി നിലപാടെടുക്കുന്നുണ്ട്. അപ്പോൾ അത് സാബുവിന് വലിയ ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ ഒരു ആംഗിളും കൂടി ഇതിലുണ്ട്. എന്തായാലും റിപ്പോർട്ടറിനെതിരായി ശത്രുക്കൾ ഒന്നിക്കുകയാണ്, പൂട്ടിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാൻ രേഷ്മ.